So let's begin with the third chapter, that is radiation safety and protection. Okay, ഇത് ഒരു സ്മോൾ ചാപ്റ്റർ ആണ്, ഒരു സ്മോൾ ടോപ്പിക് ആണ്. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യാം. കമ്മിങ് ടു ദ റേഡിയേഷൻ എക്സ്പോഷർ. റേഡിയേഷൻ എക്സ്പോഷർ എന്ന് വെച്ചാൽ ഒരു ആവറേജ് പേഴ്സൺ, ഓക്കെ, ഒരു ആവറേജ് പേഴ്സൺ എർത്തിൽ ഇതാകുന്ന സമയത്ത് ത്രൈവ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ അവർ എത്രത്തോളം എക്സ്റേക്ക് എക്സ്പോസ്ഡ് ആവുന്നു. അതായത് നാച്ചുറലായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ട്രീറ്റ്മെൻറ്റിനോ ഡയഗ്നോസ്റ്റിക്കിനോ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്റേ അല്ലാണ്ട് നാച്ചുറലായിട്ട് അവർ എത്രത്തോളം റേഡിയേഷൻ എക്സ്പോഷറിന് ചാൻസസ് ഉണ്ട് അവർക്ക് എന്നുള്ളതാണ്. അപ്പം അതിൽ 52% ഈസ് ബൈ ദ റാഡോൺ എക്സ്റേസ്. Okay, 12% is by the terrestrial internal X-rays. Okay, 20% by the terrestrial external X-rays, and the cosmic rays or their cosmic radiation constitute 16%. Okay, അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ റാഡോൺ ആണ്, constitute about 52% of the total radiation exposure in an average man living on Earth. So the sources of radiation are natural and the artificial. Okay, that is the total natural exposure of population includes the natural and the artificial radiation. Okay, but natural radiation ഉണ്ട്, artificial radiation ഉണ്ട്, radiation exposure of a population. അതിനകത്ത് natural radiation അകത്ത് ഉള്ളതാണ് ഏതൊക്കെയാണ്? റാഡോൺ റേസ്, കോസ്മിക് റേസ്, ടെറസ്ട്രിയൽ ആൻഡ് ദ ഇന്റേണൽ റേഡിയേഷൻസ്. ആർട്ടിഫിഷ്യലിൽ വരുന്നതാണ് എന്താണ്? കൺസ്യൂമർ പ്രോഡക്ട്സ്. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ചില പ്രോഡക്ട്സ് ഒക്കെ കൺസ്യൂം ചെയ്യുമ്പോൾ അതിനകത്തൊക്കെ ചെറിയ റേഡിയേഷൻ പാർട്ടിക്കിൾസ് ഉണ്ടാവും. പിന്നെ ഡയഗ്നോസ്റ്റിക് എക്സ്റേസ്, പിന്നെ ന്യൂക്ലിയർ പ്രോഡക്ട്സ്. ഓക്കെ, സം പവർ സ്റ്റേഷൻസ് അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസിനൊക്കെ അവിടെ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്നതാണ് ന്യൂക്ലിയർ പ്രോഡക്ട്സ്. അതിൻ്റെ ബൈ പ്രോഡക്ട്സ് ആയിട്ട് വരുന്നത് അതും റേഡിയേഷൻ്റെ സോഴ്സാണ്. ഓക്കെ, അപ്പം ഇതാണ് ആർട്ടിഫിഷ്യൽ റേഡിയേഷൻസ് ലൈക്ക് കൺസ്യൂമർ പ്രോഡക്ട്സ്, എക്സ്റേ ഡയഗ്നോസിസ് ആൻഡ് ദ ഡയഗ്നോസ്റ്റിക് എക്സ്റേ ദാറ്റ് വി ആർ യൂസിങ്. പിന്നെ നമ്മുടെ ആർട്ടിഫിഷ്യൽ തെറാപ്യൂട്ടിക് എക്സ്റേസും ഉണ്ട് കേട്ടോ, ട്രീറ്റ്മെൻറ്റ് റേഡിയോ തെറാപ്പി ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ന്യൂക്ലിയർ പ്രോഡക്ട്സും. നെക്സ്റ്റ് ഇസ് എ ടേം കോൾഡ് ഇക്വലന്റ് ഡോസ്. ഇറ്റ് ഈസ് യൂസ് ടു കമ്പയർ ദ ബയോളജിക്കൽ എഫക്ട്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഡിയേഷൻ ഓൺ ദ ടിഷ്യൂസ്. ഓക്കെ, ടിഷ്യൂസിൽ പലതരത്തിലുള്ള റേഡിയേഷൻ്റെ എഫക്ട്സ്, അതായത് ബയോളജിക്കൽ എഫക്ട്സിനെ കമ്പയർ ചെയ്യാൻ, പലതരത്തിലുള്ള റേഡിയേഷൻ ടൈപ്സിനെ എഫക്റ്റിനെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഇക്വലന്റ് ഡോസ്. വേറൊന്നാണ് എഫക്റ്റീവ് ഡോസ്. ഇറ്റ് ഈസ് എ ടേം ദാറ്റ് ഈസ് യൂസ് ടു എസ്റ്റിമേറ്റ് ദ റിസ്ക് ഇൻ ഹ്യൂമൻസ്. എത്രത്തോളം റിസ്ക് ഉണ്ടെന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എഫക്റ്റീവ് ഡോസ്. ഇക്വലന്റ് അതിനെ കമ്പയർ ചെയ്യാൻ, ഡിഫറെൻറ്റ് റേഡിയേഷൻ്റെ എഫക്ട്സിനെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇക്വലന്റ്. എഫക്റ്റീവ് എന്ന് വെച്ചാൽ എത്രത്തോളം റിസ്ക് ഉണ്ടെന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേമാണ്. ഇനിയും കുറച്ച് ടേംസ്, ഓക്കെ, ലൈക്ക് ഗൈഡ് ലൈൻ, NCRP അല്ലെങ്കിൽ ICRP. ഓക്കെ, നാഷണൽ കൗൺസിൽ ഓഫ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആൻഡ് ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. അവരുടെ കുറച്ച് ഗൈഡ് ലൈൻ അനുസരിച്ചുള്ള കുറച്ച് എഫക്റ്റീവ് ഡോസുകളാണ്. ഓക്കെ, എഫക്റ്റീവ് ആൻഡ് എഫക്റ്റീവ് ഡോസ് എത്രത്തോളം പറ്റും എന്നുള്ളത് ഡോസിൻ്റെ വാല്യൂസ് ആണ്. അതിനകത്ത് ഒക്യുപ്പേഷണൽ ഡോസ് ലിമിറ്റ്സ്, അതായത് സ്റ്റോക്കാസ്റ്റിക് എഫക്റ്റ്. ഒക്യുപ്പേഷണൽ ഡോസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻലി അതിനകത്തുള്ളത് റേഡിയേഷൻ ടെക്നോളജിസ്റ്റ്, ഓക്കെ, റേഡിയോളജിസ്റ്റ് ഒക്കെ വരുന്നതാണ് ഒക്യുപ്പേഷണൽ ഡോസ് ലിമിറ്റ്സിൽ. അവരുടെ NCRP ഗൈഡ് ലൈൻ അനുസരിച്ച് 50 മെഗാസിവേർട്ട് ആനുവൽ എഫക്റ്റീവ് ഡോസ് ആൻഡ് 10 മെഗാസിവേർട്ട് ക്യൂമുലേറ്റീവ് എഫക്റ്റീവ് ഡോസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. NCRP ഗൈഡ് ലൈൻ ഓഫ് ഒക്യുപ്പേഷണൽ ഡോസ് ലിമിറ്റ് ആൻഡ് ICRP ഇറ്റ് ഈസ് 50 മെഗാസിവേർട്ട് ഓഫ് ആനുവൽ എഫക്റ്റീവ് ഡോസ് ആൻഡ് 100 മെഗാസിവേർട്ട് ഓഫ് ക്യൂമുലേറ്റീവ് എഫക്റ്റീവ് ഡോസ്. അടുത്ത ഡിറ്റർമിനിസ്റ്റിക് എഫക്റ്റ് ആണ്. ഡിറ്റർമിനിസ്റ്റിക് എഫക്ട്സിൽ it is 150 megasievert annual effective dose. Okay, 500 mcv for annual effective dose to skin and the extremities. Okay, deterministic നമുക്കറിയാം അത് ഡോസ് ഡിപ്പെൻഡൻ്റ് ആണ്. ഡോസ് ഡിപ്പെൻഡൻ്റ് ആകുമ്പോൾ അത് അഫക്റ്റ് ചെയ്യുന്ന സ്കിൻ, ഐ ലെൻസ് പിന്നെ എക്സ്ട്രിമിറ്റീസ് അങ്ങനെയുള്ളിടത്താണ്. അപ്പോൾ അവിടുത്തെ വാല്യൂ 150 AED ആൻഡ് 500 AED. ഇനി ICRP ഗൈഡ് ലൈൻ അനുസരിച്ച് ഡിറ്റർമിനിസ്റ്റിക് എഫക്ട്സ് ഇറ്റ് ഇസ് 150 megasievert annual effective dose to the lens of the eye and 500 megasievert annual effective dose to skin and the extremities. Okay, ഇതിൽ സ്റ്റോക്കാസ്റ്റിക് എഫക്ട്സിൻ്റെ വാല്യൂസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അടുത്തത് നോൺ ഒക്യുപ്പേഷണൽ പബ്ലിക് ഡോസ് ലിമിറ്റ്. അതിനകത്ത് സ്റ്റോക്കാസ്റ്റിൽ വരുന്നതാണ് 5 megasievert annual effective dose for infrequent exposure and 1 megasievert annual equivalent dose for continuous exposure. ICRP ഗൈഡ് ലൈൻ അനുസരിച്ച് 1 megasievert annual effective dose and if it is higher 1 megasievert over 5 years. ഇനി ഡിറ്റർമിനിസ്റ്റിക് എഫക്റ്റിനകത്ത് NCRP ഗൈഡ് ലൈൻ അനുസരിച്ച് 50 മെഗാസിവേർട്ട് ആനുവൽ എഫക്റ്റീവ് ഡോസ് ടു ലെൻസ് ഓഫ് ദ ഐ, സ്കിൻ ആൻഡ് എക്സ്ട്രിമിറ്റീസ്
ICRP guideline അനുസരിച്ച് 15 megasievert AED to lens and 50 megasievert to skin and the extremities. Next is the NCRP guidelines for the embryo or the fetus. Okay, embryo fetus അത് important ആണ്. It is NCRP guideline അനുസരിച്ച് 0.5 megasievert equivalent dose per month after the pregnancy is known. Okay, ICRP അനുസരിച്ച് it is 2 megasievert equivalent dose after the pregnancy is declared. Okay, ഇനി നെഗ്ലിജിബിൾ ഇൻഡിവിജ്വൽ ഡോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാത്തതായിട്ട് പോകത്തില്ലേ, നമ്മൾ അറിയാണ്ട് എക്സ്പോസ്ഡ് ആകുന്നത് ലൈക്ക് എന്താ കൺസ്യൂമർ പ്രൊഡക്ട്സിൽ നിന്ന് സം ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ്, അതൊന്നും നമ്മൾ വേണമെന്ന് വെച്ചിട്ട് ആകുന്നല്ല, നമ്മൾ അറിയാണ്ട് തന്നെ നമ്മളിലേക്ക് എക്സ്പോസ്ഡ് ആയി പോകുന്ന അതാണ് നെഗ്ലിജിബിൾ ഇൻഡിവിജ്വൽ ഡോസ്. അതായിട്ട് വരുന്നത് 0.01 megasievert ആനുവൽ എഫക്റ്റീവ് ഡോസ്. ഓക്കെ, ICRP has not established a value for that. Clear? Embryo fetus important ആണ്. Next term is the maximum permeable dose. Okay, it is the maximum dose that is equivalent that a person or a specified parts shall be allowed to receive in a stated period of time. എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഏതെങ്കിലും ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു ഓർഗന് കിട്ടാൻ പറ്റുന്ന അല്ലെങ്കിൽ അലൗഡ് ആയിട്ട് കിട്ടാനായിട്ട് പറ്റുന്ന മാക്സിമം ഡോസ്, അതിനാണ് നമ്മൾ പറയുന്നത് മാക്സിമം പെർമിബിൾ ഡോസ്. അതിൽ കൂടുതലായാൽ അത് ടോക്സിക് ആയിരിക്കും. ഓക്കെ, അതിന് ആ പേഷ്യൻ്റ് അല്ലെങ്കിൽ ആ പേഷ്യൻ്റെ ഏതെങ്കിലും ഒരു ഓർഗന് മാക്സിമം പെർമിയബിൾ അലൗഡ് ആയിട്ടുള്ള ഡോസിനെയാണ് നമ്മൾ പറയുന്നത് മാക്സിമം പെർമിയബിൾ ഡോസ്. ഓക്കെ, അപ്പം മാക്സിമം പെർമിയബിൾ ഡോസിന് കുറച്ച് വാല്യൂസ് ഉണ്ട്. ഫോർ റേഡിയേഷൻ വർക്കേഴ്സ് ഇൻ 1 week it is 0.1 REM. Okay, then the MPD for the whole for public in 1 year ആണെങ്കിൽ it is 0.5 REM. പിന്നെ gonads bone marrow in 1 year it is 5 REM, and for gestation in fetus it is 0.5 REM, and for skin in 1 year it is 15 REM. Okay, but radiation workers in 1 week അത് important ആണ്, it is 0.1 REM, and for the gestation in fetus it is 0.5 REM. Okay, ഇത് രണ്ടും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ടേം ആണ് അലാറ പ്രിൻസിപ്പിൾ. ഓക്കെ, അലാറ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ആസ് ലോ ആസ് റീസണബിളി അച്ചീവബിൾ. ഒരാൾ അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിന് കിട്ടുന്നതിൽ ഏറ്റവും കുറവ് ഡോസേ അയാൾക്ക് നമ്മൾ കൊടുക്കാൻ നമ്മൾ ഇതാകാവുള്ളൂ, ഡിസൈഡ് ചെയ്യാവുള്ളൂ. അതിനാണ് നമ്മൾ പറയുന്നത് അലാറ പ്രിൻസിപ്പിൾ. അതിൻ്റെ ഫുൾ ഫോം ആണ് ആസ് ലോ ആസ് റീസണബിളി അച്ചീവബിൾ. ഓക്കെ, പിന്നെ ഒരു ടെസ്റ്റ് ഉണ്ട്, പെനി ടെസ്റ്റ് ഓർ കോയിൻ ടെസ്റ്റ്. ഓക്കെ, അതെന്ത് ടെസ്റ്റാണെന്നറിയോ? ഇത് നമുക്കറിയാം, റേഡിയേഷൻ എക്സ്പോഷർ ഒരു പേഷ്യൻറ്റിന് കൂടുന്നതിൽ ഏറ്റവും ഒരു റീസൺ എന്ന് പറഞ്ഞാൽ എക്സ്റേ റെപ്പറ്റീഷൻ വരുന്നതാണ്. ഓക്കെ, നമ്മൾ IOPR എക്സ്റേസ് ചിലപ്പോൾ നമുക്കറിയാം അത് റെപ്പറ്റീഷൻ വരും. റെപ്പറ്റീഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? ചില എറേഴ്സ് കൊണ്ടാണ്. ഒന്നെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ വരുന്ന മിസ്റ്റേക്ക്, ഓക്കെ, ലൈക്ക് ബൈ പ്രൊജക്ഷൻ ടൈമിൽ വരുന്ന എറേഴ്സ്. പിന്നെ സെക്കൻഡാണ് പ്രോസസ്സിങ് എറേഴ്സ്. ഓക്കെ, പ്രോസസ്സിങ് എറേഴ്സിൽ വരുന്നതാണ് ഇത് അണ്ടർ ഡെവലപ്മെൻറ്റ്, ഓവർ ഡെവലപ്മെൻറ്റ്, ഓവർ ഫിക്സിങ്, അതൊക്കെ. ഓക്കെ, അപ്പം അതുപോലെ പ്രോസസ്സിങ് എററിൽ വരുന്ന ഒന്നാണ് അൺസേഫ് ലൈറ്റിൻ്റെ പ്രശ്നം. നമ്മൾ അറിയാം പ്രോസസ്സിങ് ചെയ്യുന്നത് ഡാർക്ക് റൂമിലാണ്. ഡാർക്ക് റൂമിൽ എവിടെന്നെങ്കിലും സ്ലൈറ്റായിട്ട് ലൈറ്റ് ലീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അൺസേഫ് ലൈറ്റ് വരും. അങ്ങനെ ചെയ്താൽ അവിടെ എന്ത് വരും? ഒരു ഫോഗിങ്, എക്സ്റേ ഫിലിമിന് ഫോഗിങ് ഉണ്ടാവും. അൺസേഫ് ലൈറ്റ് എവിടെന്നെങ്കിലും വരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എക്സ്റേ ഫോഗിങ് ഉണ്ടാവും. അപ്പം അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് ഇത് പെനി ടെസ്റ്റ് ഓർ കോയിൻ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മളൊരു എക്സ്റേ ഫിലിം ഡാർക്ക് റൂമിൽ വെച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എവിടെന്നെങ്കിലും എന്നിട്ട് ഒരു കോയിൻ എടുത്തിട്ട് അതിൻ്റെ മേളിലേക്ക് വെക്കുക. ഓക്കെ, കോയിൻ എടുത്ത് അതിൻ്റെ മേളിലേക്ക്, ഇപ്പോൾ എവിടെന്നെങ്കിലും ലൈറ്റ് ലീക്ക് ചെയ്ത് അതിൻ്റെ പാത്തിൽ വരുന്നുണ്ടെങ്കിൽ ആ കോയിൻ്റെ ഇമേജ് റേഡിയോഗ്രാഫിക് ഫിലിമിൽ എക്സ്പോസ്ഡ് ആവും. ഓക്കെ, അപ്പോൾ അതിനാണ് പറയുന്നത് പെനി ടെസ്റ്റ് ഓർ കോയിൻ ടെസ്റ്റ്. ഇറ്റ് ഈസ് ഡൺ ടു ഇവാലുവേറ്റ് ഫോർ ഫോഗിങ് കോസ്ഡ് ബൈ ദ ഇൻഅപ്രോപ്രിയേറ്റ് സേഫ് ലൈറ്റിംഗ് കണ്ടീഷൻ, അല്ലെങ്കിൽ അൺസേഫ് ഇലൂമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് പെനി ടെസ്റ്റ് ഓർ കോയിൻ ടെസ്റ്റ്. നമുക്കറിയാം പ്രോസസ്സിംഗ് റൂമിൽ ഏത് ലൈറ്റാണ്? റെഡ് HPX ലൈറ്റാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. ഓക്കെ, റെഡ് ലൈറ്റ് ഇസ് മോർ സേഫസ്റ്റ് ഇലൂമിനേഷൻ യൂസ്ഡ് ഇൻ എ പ്രോസസ്സിംഗ് റൂം. നെക്സ്റ്റ് ഇസ് ദ വേസ് ടു റെഡ്യൂസ് ദ പേഷ്യൻ്റ് റേഡിയേഷൻ എക്സ്പോഷർ. പേഷ്യൻറ്റിലെ റേഡിയേഷൻ എക്സ്പോഷർ കുറയ്ക്കാൻ പറ്റുന്ന കുറച്ച് മെത്തേഡ്സ്. അതിനകത്ത് ഒന്നാണ് ഹൈ സ്പീഡ് ഫിലിംസ് അല്ലെങ്കിൽ സ്പീഡ് ഫിലിംസ്. അത് ഉപയോഗിക്കുന്നതാണ് മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ്. ഓക്കെ, ഓപ്ഷൻസിൽ സ്പീഡ് ഫിലിംസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, പിന്നെ അറിയാം ഇൻറ്റൻസിഫൈങ് സ്ക്രീൻസ്, കോളിമേഷൻ, ഓക്കെ, സൈസ് ബീമിൻ്റെ റേഡിയേഷൻ ബീമിൻ്റെ സൈസിനെ കുറയ്ക്കാൻ. ഫിൽട്രേഷൻ ഇസ് ടു റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ ബീം.
lead aprons, okay, patient protection as well as operator protection, thyroid collar also for patient as well as operator. പിന്നെ increasing the focal spot to the film distance. Okay, focal spot and film distance കൂടുന്നതനുസരിച്ച് അവിടെ radiation exposure കുറയും. പിന്നെ increasing the KVP and the optimal exposure time. Okay, these are the ways by which patient radiation exposure can be decreased. അതിൽ ഏറ്റവും important by the use of high speed films or the E-speed films. Röntgen and Kerma are the units of exposure. Okay, exposure നമുക്ക് determine ചെയ്യാൻ യൂസ് ചെയ്യുന്ന terms ആണ് Röntgen and Kerma. പിന്നെ absorbed dose ന്റെ value ആണ് Gray. Okay, Gray is the unit of absorbed dose. Okay, അടുത്തൊരു important rule ആണ് position distance rule. Okay, position distance rule means if there is no barrier available. Okay, ഒരു barrier ഒന്നും ഇല്ലെങ്കിൽ, അതായത് ഒരു lead barrier ഓ അങ്ങനെ ഒന്നും ഒരു റൂമിൽ നമുക്ക് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ, the operator should stand at least 6 feet away from the patient. Okay, operator എപ്പോഴും പേഷ്യൻറ്റിൽ നിന്ന് ഒരു 6 feet distance കീപ്പ് ചെയ്യണം. പിന്നെ ഒരു ആംഗിൾ കൊണ്ട് 90 to 135 degrees to the central ray of the X-ray beam. X-ray beamന് central rayയുടെ X-ray beamന് 90 to 135 degree ഫോം ചെയ്യുന്ന പോലുള്ള ഒരു പൊസിഷനിൽ വേണം ഓപ്പറേറ്റർ എപ്പോഴും നിൽക്കാൻ വേണ്ടി. അതിന് പറയുന്നതാണ് പൊസിഷൻ ഡിസ്റ്റൻസ് റൂൾ. ഓക്കെ, ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് അറിയാം ഓപ്പറേറ്റർ ഷുഡ് സ്റ്റാൻഡ് ഓൾവേസ് അറ്റ്ലീസ്റ്റ് 6 feet. ഓക്കെ, ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കണ്ടല്ലോ 6 feet away ആയിരിക്കണം. പിന്നെ ആംഗുലേഷൻ എപ്പോഴും ഇറ്റ് ഷുഡ് ബി ആൻ റേഞ്ച് ഓഫ് 90 to 135 degree. The best method for radiation protection of the operator is standing behind a lead barrier. Okay, അപ്പോൾ ഓപ്ഷനിൽ ഫസ്റ്റ് lead barrier ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് lead barrier ആണ്. ഓക്കെ, lead barrier ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് ചൂസ് ചെയ്യണം. ഓക്കെ, the best method for radiation protection of the operator is standing behind a lead barrier. Two standard focus source to skin distance used in intraoral radiography are 8 inches and 16 inches. Okay, minimum source to skin distance നമ്മൾ intraoral radiography ഉപയോഗിക്കുന്നത് 8 inches and 16 inches ആണ്. Use of a longer focal source to skin distance of 16 inches rather than short distance of 8 inches reduces the exposure by 10% to 25%. അതായത് long focal source to skin. Okay, focal spotഉം പേഷ്യൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കൂട്ടുന്നതനുസരിച്ച് അത് 16 ആവുകയാണെങ്കിൽ അത് 8-നെക്കാട്ടിലും 10 to 25% റേഡിയേഷൻ എക്സ്പോഷർ കുറയ്ക്കും. അപ്പം എന്താ, ഇൻ ഷോർട്ട് നമ്മൾ എന്തായിരിക്കണം, ഓൾവേസ് ദ ലോങ് ഫോക്കൽ സോഴ്സ് ടു സ്കിൻ ഡിസ്റ്റൻസ് ആണ് പ്രിഫേർഡ് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ് ഫോക്കൽ സോഴ്സും സ്കിന്നും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് റേഡിയേഷൻ എക്സ്പോഷറും കുറയും. The mean exposure of radiation from the IOPR it is 300 mR and the mean exposure of radiation from the OPG it is 90 mR. Okay, values മറക്കല്ല. IOPR നിന്ന് it is 300 mR and from OPG it is 90 mR. Next is the response of cells to irradiation. Okay, when a cell is irradiated, how they react. Okay, or what is the response? It is based on 4 factors, that is dose rate, oxygen and the linear energy transfer. Okay, first is the dose. Dose means above a threshold level the amount of damage is proportional to the dose. Okay, up to a particular threshold level it is okay for a cell. ഒരു പർട്ടിക്കുലർ ത്രെഷോൾഡ് ലെവൽ വരെയൊക്കെ സെൽ അതിനെ ടോളറേറ്റ് ചെയ്യാം. പക്ഷെ ആ ലെവൽ കഴിഞ്ഞാൽ ആ ഡാമേജ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, ഡോസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഡാമേജും ഡോസ് ഇതും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എത്രത്തോളം ഡോസ് കൂടുതൽ കൊടുക്കുന്നോ അത്രത്തോളം ഡാമേജും ഹൈ ആയിരിക്കും. Okay, first factor is dose. That means the amount of damage is proportional to the dose. Next is the dose rate. Dose rate means the rate of the exposure. Exposure rate ne nammal define cheyyunnanu dose rate. Exposure of the biological systems to a given dose at a high dose rate causes more damage than exposure to the same total dose given at a lower dose rate. Okay, dose rate കൂടുന്നതിനനുസരിച്ച് ഒരു ബയോളജിക്കൽ സിസ്റ്റത്തിന് വരുന്ന എഫക്റ്റ് ഡാമേജും ഹൈ ആയിരിക്കും. ഹൈ ഡോസ് റേറ്റ് ഹൈ ഡാമേജ്, ലോ ഡോസ് റേറ്റ് ആൻഡ് ദ ഡാമേജ് വിൽ ബി ലോ. The next factor is the oxygen. Okay, greater cell damage occurs in the presence of oxygen. Okay, oxygen presence ഒരു സെല്ലിന് ഉണ്ടാവുന്ന ഡാമേജ് മാക്സിമം ഹൈ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് അമൗണ്ട്സ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആൻഡ് ഹൈഡ്രോ പെറോക്സൈഡ് ഫ്രീ റാഡിക്കൽസ് ഇൻ ദ സെൽ. ഓക്കെ, ഓക്സിജന്റെ പ്രസൻസിൽ സെല്ലിനകത്ത് എന്തുണ്ടാവും? ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലെങ്കിൽ ഹൈഡ്രോ പെറോക്സൈഡ് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവും. നമുക്കറിയാം ഈ ഫ്രീ റാഡിക്കൽസ് ദേ ആർ ഈസിലി പ്രോൺ ടു സെൽഫ് ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡാമേജിന് നല്ല പ്രോൺ ചെയ്യുന്നതായിരിക്കും ഫ്രീ റാഡിക്കൽസ്. ഓക്കെ, അപ്പം
അവർ ഈ സെല്ലിലുള്ള പ്രസൻസ് കാരണം എന്തായിരിക്കും, ദേ ആർ ഈസിലി പ്രോൺ ടു ദ ഡാമേജ്. അതുകൊണ്ടാണ് ഓക്സിജൻ്റെ പ്രസൻസിൽ ഗ്രേറ്റർ സെൽ ഡാമേജ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ഇസ് LET ഓർ ദ ലീനിയർ എനർജി ട്രാൻസ്ഫർ. ലീനിയർ എനർജി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ ആ പാത്ത്, ലൈൻ ഓഫ് പാത്തിൽ അതിന് എത്രത്തോളം അയണൈസേഷന് എക്സ്പോസ്ഡ് ആയി, അതിനാണ് നമ്മൾ പറയുന്നത് ലീനിയർ എനർജി ട്രാൻസ്ഫർ. അപ്പം അത് അങ്ങനെ കിട്ടുന്ന അയണൈസേഷൻ ഹൈ ആണെങ്കിൽ ഡാമേജും ഹൈ ആയിരിക്കും. ഓക്കെ, വെൻ എ പാർട്ടിക്കിൾ ട്രാവൽ, അത് പർട്ടിക്കുലർ ആയിട്ട് ഒന്നെങ്കിൽ ഒരു ലീനിയർ പാത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്തിലൂടെ അത് ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ പാത്തിൽ അതിന് കിട്ടുന്ന അയണൈസേഷനെയാണ് നമ്മൾ പറയുന്നത് ലീനിയർ എനർജി ട്രാൻസ്ഫർ. അപ്പോൾ അത് ഹൈ ആണെങ്കിൽ ഡാമേജും ഹൈ ആയിരിക്കും. നെക്സ്റ്റ് ഇസ് NCRP. നമ്മൾ നേരത്തെ പറഞ്ഞാണ് നാഷണൽ കൗൺസിൽ ഓഫ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഓക്കെ, അതിൻ്റെ ഡോസ് ഒക്യുപ്പേഷണൽ ഉള്ളവരുടെ ഡോസ് 50 മെഗാസിവേർട്ട് ആനുവലി ആൻഡ് 10 മെഗാസിവേർട്ട് ഇൻ എ ഇയർ. ആൻഡ് നോൺ ഒക്യുപ്പേഷണൽ വർക്കേഴ്സ് ലൈക്ക് അവർക്ക് 5 മെഗാസിവേർട്ട് ആനുവൽ എഫക്റ്റീവ് ഡോസ് ലിമിറ്റ് ഫോർ ഇൻഫ്രീക്വൻറ്റ് എക്സ്പോഷർ ഓർ 1 മെഗാസിവേർട്ട് ആനുവൽ ഡോസ് ഫോർ കണ്ടിന്യൂസ് എക്സ്പോഷർ. വാല്യൂസ് ഓർത്ത് വയ്ക്കണം കേട്ടോ. നെക്സ്റ്റ് പേഷ്യൻ്റ് എക്സ്പോഷർ. ഓക്കെ, ടു ദ തൈറോയിഡ് റീജിയൻ നെക്ക് റീജിയനിൽ പേഷ്യൻ്റ് എക്സ്പോഷർ കുറയ്ക്കാൻ വേണ്ടി ഒരു എഫക്റ്റീവ് മെത്തേഡാണ് യൂസ് ഓഫ് തൈറോയിഡ് കോളർ. ഓക്കെ, ദിസ് റെഡ്യൂസസ് ദ എഫക്റ്റീവ് ഡോസ് ബൈ മോർ ദാൻ ഇൻക്രീസ് ഓഫ് ദ ലെഡ് ഇക്വലൻസി ഓഫ് ദ എക്സിസ്റ്റിംഗ് ഏപ്രൺ. നമ്മളൊരു ലെഡ് ഏപ്രൺ മാത്രം യൂസ് ചെയ്യുന്നതിലും ഒരു തൈറോയിഡ് കോളറോട് യൂസ് ചെയ്താൽ അതിൻ്റെ എഫക്റ്റ് ഡബിൾ ആയിരിക്കും. Okay, the thickness of lead in the commercially available thyroid collar is 0.2 mm. Okay, thyroid collar lead-inde thickness എന്ന് പറഞ്ഞാൽ 0.2 mm ആയിരിക്കും. lead apron it is 0.25 mm of lead. Okay, thyroid collar lead-inde thickness is 0.2 mm, whereas in the lead apron it is 0.25 mm of the lead. Next is a question based on the chapter. Okay, chapter on the basis of question. Intensity of radiation at a distance of 4 cm is R. Okay, ഒരു 4 cm distance ഉള്ള റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ R എന്നായിരിക്കും. പിന്നെ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് 2 cm ഇൻറ്റൻസിറ്റി വിൽ ബി. അങ്ങനെയാണെങ്കിൽ 2 cm ഇൻറ്റൻസിറ്റിയുടെ ഇത് എത്രയായിരിക്കും, ഇൻറ്റൻസിറ്റി എത്രയായിരിക്കും? 4 cm ഇൻറ്റൻസിറ്റി 6 ആണെങ്കിൽ 2 cm ഇൻറ്റൻസിറ്റി എത്രയായിരിക്കും? അപ്പം ആ ക്വസ്റ്റനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് ഡിസ്റ്റൻസസ് റെഡ്യൂസ്ഡ്. ഓക്കെ, ഡിസ്റ്റൻസ് ഇസ് റെഡ്യൂസ്ഡ് ഫ്രം 4 cm to 2 cm. ഓക്കെ, നമുക്ക് ഇൻവേഴ്സ് സ്ക്വയർ ലോ അനുസരിച്ച് നമുക്കറിയാം ഇൻറ്റൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് അല്ലേ. ദാറ്റ് ഈസ് I ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r സ്ക്വയർ. ഓക്കെ, അപ്പം നമുക്ക് 4 cm കാര്യം എടുക്കാം. ദാറ്റ് ഈസ് ഇൻറ്റൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/4 സ്ക്വയർ. ഓക്കെ, അപ്പം 4 cm നമുക്ക് അതിനെ എഴുതാൻ പറ്റും ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു K, ഒരു കോൺസ്റ്റൻറ്റ്, ഇൻറ്റു 1/16. അപ്പോൾ 2 cm ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു K ഇൻറ്റു 1/4. അത്രയും ക്ലിയർ ആയല്ലോ. ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു K ഇൻറ്റു 1/16, ദാറ്റ് ഈസ് സ്ക്വയർ ഓഫ് 4. When at 2 cm, intensity is equal to K into 1/4. That is square of 2. Above 1/16 and 1/4. Okay, and that means the intensity has increased by 4 times. That means intensity becomes quadrupled at the half distance. Okay, distance കുറയും തോറും intensity ഇത് കൂടും. intensity 4 times ആയിട്ട് കൂടി. distance half ആയിട്ട് കുറഞ്ഞു, intensity 4 times ആയിട്ട് increase ചെയ്തു. അല്ലെങ്കിൽ intensity becomes quadrupled at the half distance. Okay, this because the X-ray beam spreads out as it moves away from the source. സോഴ്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് X-ray beam കൂടുതൽ സ്പ്രെഡ് ആവും. ഓക്കെ, അപ്പം അതിൻ്റെ ഇൻറ്റൻസിറ്റിയും കൂടും. ഈസി അല്ലേ? ഓക്കെ, സോ ദീസ് ആർ ദ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്രയും ഫ്രീക്വൻ്റ്ലി ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. സ്മോൾ ടോപ്പിക്. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. So, thank you all.